വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് കവിയൂർ പൊന്നമ്മ. നായികയായും സഹനടിയായും അമ്മയായും മുത്തശ്ശിയായും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതലേ മലയാളികളെ വിസ്മയിച്ച ഒരു നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ. സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളികൾക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടിയുറക്കിയത് കവിയൂർ പൊന്നമ്മയാണ്. സിനിമാ ലോകത്തെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ സിനിമാ പ്രേമികൾ ഇന്നും കാണുന്നത്. നാടക രംഗത്ത് നിന്ന് 20-ാം വയസ്സിലേക്ക് കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തിയത് 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെയാണ് താരം ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. 400ഓളം സിനിമകളിൽ സ്നേഹവതിയായ അമ്മയായും അമ്മുമ്മയായും ഒക്കെ കവിയൂർ പൊന്നമ്മ ആരാധകരുടെ മുന്നിലെത്തി. നെറ്റിയിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖം തന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ മലയാളികൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. തന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള നായകന്മാരുടെ കൂടെ അമ്മയായി അഭിനയിച്ച താരം ഇടക്കാലത്ത് ശാരീരിക അവശതകളെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നടിയെ സംബന്ധിച്ചൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത്. കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ താരത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ട് നടിയെ. ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏതാനും ദിവസങ്ങളിലായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലും എത്തിയിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരികെ അമേരിക്കയിലേക്കും മടങ്ങി. ഇപ്പം ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയെ നോക്കാനുള്ളത്. സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കുന്നുണ്ട്. മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മ വേഷത്തിൽ ശ്രദ്ധേയയായ കവിയൂർ പൊന്നമ്മയ്ക്കുള്ള പ്രാർത്ഥനയിലാണ് മലയാളി താരങ്ങളും. 700-ൽ പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത്. അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് വാർത്തകളും വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയുണ്ടായി. തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു. മലയാള സിനിമയിൽ 65 വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. ശാരദയും സീമയും അമ്മയിൽ നിന്ന് ഇടവേള ബാബുവും അടക്കമുള്ളവർ പൊന്നമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി വിളിച്ചിരുന്നു. അഭിനയ ലോകത്ത് മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ. 4 തവണ ഏറ്റവും മികച്ച 2ാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2021 റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ. മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത്. മോഹൻലാലിന്റെ അമ്മ വേഷങ്ങളിലും കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. യഥാർത്ഥത്തിൽ കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയാണോ എന്ന് വരെ ചിലർ സംശയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് സിനിമാ ലോകവും പറഞ്ഞിരിക്കുന്നത്. നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ താരം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മ വേഷവും അവതരിപ്പിച്ചിരുന്നു. നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തത്. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് മുൻപ് കവിയൂർ പൊന്നമ്മ തുറന്നും പറഞ്ഞിരുന്നു. ബിന്ദു മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഏക മകൾ. അമേരിക്കയിൽ 2 മക്കൾക്കും ഭർത്താവിനോടൊപ്പം സെറ്റിൽഡ് ആണ് ബിന്ദു. ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രത്തിലെ ആഷിഖ് അബു സംവിധാനം ചെയ്ത ഭാഗത്തിലാണ് അവസാനമായി താരം അഭിനയിച്ചത്. മോഹൻലാലിന്റെ ആറാട്ടിലും ശബ്ദ സാന്നിധ്യമായി കവിയൂർ പൊന്നമ്മയുണ്ടായിരുന്നു. ഇടയ്ക്ക് വിശ്രമ ജീവിതം നയിക്കുന്ന താരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു. നടി ഊർമിള ഉണ്ണിയാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്.